കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീട് എന്നത് നമ്മുടെ ഏവരുടെയും സ്വപ്നമാണ്. എന്നാൽ ഭവന നിർമ്മാണം ആരംഭിക്കുമ്പോഴേ പ്രശ്നങ്ങളും ആരംഭിക്കുകയായി. വീട് നിർമ്മാണത്തിനുള്ള തറ നിരപ്പാക്കുമ്പോൾ വാനമെടുക്കുമ്പോഴും വരുന്ന മണ്ണ് എന്തു ചെയ്യും? സ്ഥലം കുറച്ച് മാത്രമുള്ളവർക്ക് ഈ മണ്ണ് സ്വന്തം പറമ്പിൽ നിന്നും പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേ പറ്റൂ. എന്നാൽ സ്വന്തം പറമ്പിലെ മണ്ണ് അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോകാമോ? മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ പെർമിറ്റ് ആവശ്യമുണ്ടോ? അറിയില്ല. എങ്കിൽ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരം നിയമപരമായ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരാൾ തൻ്റെ വസ്തുവിൽ ഒരു കെട്ടിടം പണിയാൻ പദ്ധതിയിടുന്നു. അതിനുവേണ്ടി പഞ്ചായത്തിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റ് കരസ്ഥമാക്കുകയും ചെയ്യുന്നു. കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി തൻ്റെ ഭൂമി നിരപ്പാക്കുകയും സാധാരണ മണ്ണ് വീട്ടുവളപ്പിൽ നിന്ന് പുറത്തേക്ക് നീക്കം ചെയ്യേണ്ടതുമുണ്ടെങ്കിൽ അദ്ദേഹം മിനറൽ ട്രാൻസ്പിറ്റ് പാസ് എടുക്കേണ്ടതാണ്. 2015 ദി കേരള മിനറൽസ് പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ മൈനിങ്, സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ചട്ടങ്ങളുടെ റൂൾ 4 പ്രകാരം സാധുവായ ട്രാൻസിറ്റ് പാസിൻ്റെ അഭാവത്തിൽ മിനറൽസ് ട്രാൻസ്പോർട്ടേഷൻ നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടും. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മണ്ണും അത് കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന വാഹനവും യോഗ്യതയുള്ള അധികാരിക്കോ അംഗീകാരമുള്ള ഉദ്യോഗസ്ഥനോ പിടിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട്. മണ്ണ് നീക്കം ചെയ്യുവാനുള്ള പെർമിറ്റ് ഇല്ലാതെ മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലോറികളുടെ ഡ്രൈവർ ഉടമകൾക്കുമെതിരെ IPC 379 പ്രകാരം കൂടി കേസെടുക്കണമെന്ന് WPC 10-387/2020 എന്ന കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മണ്ണൊന്നും ലോറിയിൽ കയറ്റാതെ വർക്ക് സൈറ്റിൽ കാലിയായി പാർക്ക് ചെയ്തിരിക്കുന്ന ലോറിക്കെതിരെയോ JCBക്കെതിരെയോ കേസെടുക്കുന്നത് ചട്ടവിരുദ്ധമാണ്. റൂൾ 25 പ്രകാരം മണ്ണ് വാങ്ങുന്ന ആളുടെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറുടെയും കൈവശം ട്രാൻസിറ്റ് പാസ് ഉണ്ടായിരിക്കേണ്ടതാണ്. നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ചുറ്റും ലോറി ഉപയോഗിച്ച് മണ്ണിട്ട് നികത്തുവാൻ ട്രാൻസിറ്റ് പാസിൻ്റെ ആവശ്യമില്ല. ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KB മോഹനാണ്. ഉപഭോക്തൃ സംബന്ധമായ നിയമപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.